വളരെ വ്യത്യസ്തമായ ഒരു സിനിമാ നിരൂപണത്തിലേക്കാണ് പോകുന്നത്. റാം സംവിധാനം ചെയ്ത് മമ്മൂട്ടിയും സാധനയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ പേരൻപ് മികച്ച പ്രേക്ഷക പ്രതികരണം നേടി തുടർ പ്രദർശനം തുടരുകയാണ്. ചിത്രത്തെ പ്രശംസിച്ച് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയിരുന്നു. എന്നാൽ ചിത്രത്തെ പുകഴ്ത്തുന്നത് വ്യത്യസ്തമായൊരു രീതിയിലാണ്. അത്തരമൊരു എഴുത്താണ് ഇപ്പോൾ വൈറലാവുന്നത്. ഹൃദയത്തെ സ്വസ്ഥതയെ നശിപ്പിച്ച സിനിമയെന്നാണ് സുജേഷ് ഹരി സിനിമയെ വിശേഷിപ്പിച്ചത്. 2 പെൺമക്കളുടെ അച്ഛനും മകളിൽ ഒരുവളെ മടിയിലിരുത്തി സിനിമ കാണേണ്ടി വന്ന ഒരച്ഛൻ ഇതെങ്ങനെയാണ് താങ്ങുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് സുജേഷ് ചോദിക്കുന്ന റിവ്യൂ ഇങ്ങനെയാണ്: ഇന്നലെ ഈ നാശം പിടിച്ച സിനിമ കാണാൻ തോന്നിയ നിമിഷത്തെ ഞാൻ ശപിക്കുകയാണ്. നാശം പിടിച്ചത് തന്നെ, സംശയമില്ല. അതെല്ലാത്തിനെയും നശിപ്പിക്കുക തന്നെയാണ്. എൻ്റെ ഹൃദയത്തെ, എൻ്റെ സ്വസ്ഥതയെ, എല്ലാത്തിനെയും തള്ളിയും ചവിട്ടിയും മാന്തിയും ഇടിച്ചും ഞാൻ ഞണുക്കിയെറിഞ്ഞ ഇന്നലത്തെ രാത്രി കഴിഞ്ഞ് ഇന്ന് എന്തിനാണ് ഞാൻ എൻ്റെ എരപ്പാളിയായ ചേട്ടനെ വിളിച്ചത്? അവൻ എന്തിനാണ് ഓട്ടിസം ബാധിച്ച മകൻ കൺമുന്നിലിരുന്ന് സ്വയംഭോഗം ചെയ്യാൻ ശ്രമിക്കുന്നത്? കാണേണ്ടി വരുന്ന ഭർത്താവില്ലാത്ത ഒരു അമ്മയുടെ സങ്കടം നേരിട്ട് കണ്ടെന്ന് എന്നോട് പറഞ്ഞത്? അവൻ എന്തിനാണ് ആ നിലവിളി കയറിൽ കുരുക്കി എന്നെ കൊല്ലാൻ ശ്രമിച്ചത്? സാഡിസ്റ്റ്. ഇന്നലെ സിനിമ കാണാൻ പോയ വഴിക്ക് എന്നെ ഒന്ന് ഇടിച്ചിടാൻ ശേഷിയില്ലാത്ത വണ്ടികൾ ഉടക്കിയപ്പോൾ എനിക്ക് 2 എണ്ണം തന്ന് ഹോസ്പിറ്റലിടാൻ കെൽപ്പില്ലാത്ത കണാപ്പന്മാർ. തീരെ വയ്യ. ഡോക്ടറുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞ് എന്നെ തിരിച്ചു വിളിക്കാൻ പോലും മണവും ഗുണവുമില്ലാത്ത വീട്ടുകാർ. ശരി, ഭാര്യ ഒരു തരത്തിൽ ഭാഗ്യവതിയാണ്. കുഞ്ഞ് ബഹളമുണ്ടാകുന്നത് കൊണ്ട് വരുന്നില്ലെന്ന് പറഞ്ഞ അവൾ വീട്ടിൽ കിടന്ന് മനസമാധാനമായി ഉറങ്ങാൻ പറ്റിയല്ലോ. അമിത പ്രതീക്ഷയുടെ ഭാരം പേറിയ എൻ്റെ തലയിൽ ഒരു കുടം കൊണ്ടടിച്ച വൃത്തികെട്ട സംവിധായകൻ ഇങ്ങനെയാണോട് പടം ചെയ്യുന്നത്? മോൾക്ക് ആർത്തവം ഉണ്ടാകുമ്പോഴും ലൈംഗിക വിചാരം ഉണ്ടാകുമ്പോഴും ഏതെങ്കിലും ഒരു മച്ചൻ ഇങ്ങനെ ചിന്തിക്കുമോടോ? ചതിച്ചവരോടും വെറുത്തവരോടും ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇങ്ങനെ പെരുമാറുമോടോ? ഏതെങ്കിലും ഒരാൾ ഈ തരത്തിൽ ചെയ്യുമോടോ? അഥവാ ചെയ്താലും ഇയാളതെടുത്ത് സിനിമയാക്കാൻ പാടുണ്ടോടോ? മനസാക്ഷിയില്ലാത്തവനെ, ഒരു മനുഷ്യൻ, അതിലുപരി ഒരു അച്ഛൻ, അതിലുപരി 2 പെൺകുട്ടികളുടെ അച്ഛൻ, അതിലും ഉപരി മകളിൽ ഒരുവളെ മടിയിലെടുത്ത് സിനിമ കാണേണ്ടി വന്ന ഒരച്ഛൻ, ഇതൊക്കെ എങ്ങനെ താങ്ങുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സാമ്പത്തിക ലാഭത്തിന് വേണ്ടി യഥാർത്ഥത്തിൽ അസുഖം ബാധിച്ച കൊച്ചിനെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചത് പോക്കൃത്തരമല്ലടോ? അതിലും വലിയ തെണ്ടിത്തരമല്ലടോ മമ്മൂട്ടിയുടെ രൂപസാദൃശ്യമുള്ള അവളുടെ അച്ഛനെ തന്നെ ഈ സിനിമയിൽ ഉപയോഗിച്ചത്? ഇത്തരത്തിലാണ് സിനിമയുടെ റിവ്യൂ എഴുതിയിരിക്കുന്നത്. ഈ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ 2 ദിവസമായി വൈറലാക്കിക്കൊണ്ടിരിക്കുന്നത്. OP 160/18 കക്ഷി സജിത് കുമാർ അമ്മണിപ്പിള്ള, എതിർകക്ഷി കാന്തി ശിവദാസൻ. Welcome to a life in the midst of nature. Presenting Raindrops at Kakinad. Casadal Developers. Stay happy.